ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ കബ് തക് എന്ന കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അപ്പനി പഹച്ചാൻ ജാനനെ കെ ലിയെ ദൂസരേ കാ മുഹ് ജോഹത്തെ രഹന, ഇസ്സെ ആപ്നെ ക്യാ സംച്ച? സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയാൻ മറ്റുള്ളവരെ ആശ്രയിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ നോക്കിക്കോളൂ. ये हमें दूसरों पर निर्भरता छोड़कर अपनी स्वयं की शक्ति और क्षमता को पहचानने और उसका उपयोग करने का ആഹ്വാൻ करती है. അതായത് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നിർത്തിയിട്ട് നമ്മുടെ സ്വന്തം ശക്തിയും കഴിവും മനസ്സിലാക്കി അത് ഉപയോഗിക്കാനാണ് ഇവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, कि तुम्हारा इतिहास तुमने नहीं उसने लिखा है, इसमें കിസ് ബാത്ത് കി ഓർ സങ്കേത് ഹെ. അതായത് നിന്റെ ചരിത്രം നീയല്ല, അവരാണ് എഴുതിയത്. ഇതിൽ നിന്ന് എന്ത് കാര്യമാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ നോക്കിക്കോളൂ. ये पंक्तियाँ हमें दूसरों द्वारा लिखे गए इतिहास पर निर्भर रहने के बजाय अपनी कहानियाँ खुद लिखने का आह्वान करती है. അതായത് മറ്റുള്ളവരെഴുതിയ ചരിത്രത്തെ ആശ്രയിക്കാതെ അതിനു പകരം നമ്മുടെ കഥകൾ സ്വന്തമായി എഴുതാനാണ് ഈ വരികളിലൂടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, कि आत्मसम्मान से बड़ी कोई चीज़ नहीं होती, इन पंक्तियों पर अपना विचार प्रकट करे. അതായത് ആത്മാഭിമാനത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ഈ വരികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കിക്കേ. ये पंक्तियाँ आत्मसम्मान के महत्व पर बल देती है. आत्मसम्मान एक व्यक्ति के जीवन में सबसे महत्वपूर्ण गुणों में से एक है. അതായത് ഈ വരികൾ ആത്മാഭിമാനത്തിൻ്റെ പ്രാധാന്യത്തെയാണ് എടുത്തു കാട്ടുന്നത്. ആത്മാഭിമാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമാൻ ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖെ. ഒരുപോലെ ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക. അപ്പനാ പരിചയ ജാനനെ കെ ലിയെ ദൂസരോ കാ ഇന്തിസാർ നഹി കരോ. സ്വയം പരിചയപ്പെടാൻ മറ്റുള്ളവരെ കാത്തിരിക്കേണ്ട. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? ആൻസർ, കബ് തക് ജോഹത്തെ രഹോഗെ അപ്പനി പഹച്ചാൻ ജാനനെ കെ ലിയെ ദൂസരേ കാ മുഹ്. അടുത്തത്, ഐസി ആശ ചോട് ദോ कि तुम्हारे लिए संघर्ष करने कोई आएगा. നിനക്ക് വേണ്ടി പോരാടാൻ ആരെങ്കിലും വരുമെന്നുള്ള ആ ഒരു ആഗ്രഹം ഉപേക്ഷിക്കൂ. ഇതേ ആശയം വരുന്ന വരികൾ ഏതാ? ആൻസർ, ഓർ കബ് തക് ആസരേ മേം രഹോഗെ കി കോയി ആയേ ഓർ തുമ്ഹാരേ ലിയേ ലഡേ. അടുത്തത്, कोई भी तुम्हारा दुख दूर करने को तैयार नहीं होगा जिससे उसके दुख की वृद्धि हो. അതായത് അവരുടെ ദുഃഖം വർദ്ധിപ്പിച്ചുകൊണ്ട് നിന്റെ ദുഃഖം അകറ്റാൻ ആരും തയ്യാറാകില്ല. ഇതേ ആശയം വരുന്ന വരികൾ ഏതാ? ആൻസർ, ക്യോം കരേഗ കോയി തുമ്ഹാരി വ്യഥാ കാ നിരാകരൻ അപ്പനി വ്യഥാ ബഡാനെ കെ ലിയെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. कविता पर चर्चा करें और ऐसे महापुरुषों के नाम जोड़े जिन्होंने समाज के उद्धार के लिए अपनी जिंदगी का समर्पण किया है. അതായത് കവിത ചർച്ച ചെയ്യുക, അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാപുരുഷന്മാരുടെ പേരുകളും കൂടി കൂട്ടിച്ചേർക്കുക. ഇവിടെ 4 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ശ്രീമതി അക്കാമ ചെറിയാൻ, ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി ഇതുപോലെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച കുറച്ച് വ്യക്തികളുടെ പേരും കൂടി എഴുതുക. ആൻസർ നോക്കിക്കേ. മന്നത്ത് പത്മനാഭൻ, ചട്ടമ്പി സ്വാമി, സഹോദരൻ അയ്യപ്പൻ, കുട്ടിമാളു അമ്മ, പണ്ഡിറ്റ് കറുപ്പൻ, ഇവരെല്ലാം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കവിതാ മേം കോയി ശബ്ദ കാ പ്രयोग ബാർ ബാർ ഹുവാ ഹെ, യഹ് കിസ്കോ സൂചിത് കർത്താ ഹെ. കവിതയിൽ കോയി എന്ന ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആരെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. ആൻസർ,
इसका प्रयोग करके कवयित्री यह बताना चाहती है कि बाहरी शक्तियों पर भरोसा करना व्यर्थ है। कविता का सार ही यह है कि कोई आपकी मदद करने नहीं आएगा, आपको स्वयं अपनी लड़ाई लड़नी होगी और अपनी मुक्ति प्राप्त करनी होगी. അതായത് ഈ ഒരു പ്രയോഗത്തിലൂടെ കവയത്രി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ബാഹ്യശക്തികളെ വിശ്വസിക്കുന്നത് വെറുതെയാണ്. കവിതാ കാ സാർ ഹി യഹ് ഹേ കി കോയി ആപ്കി മദത് കർണേ നെഹി ആയേഗ. അതായത് ആരും നിങ്ങളെ സഹായിക്കാനായി വരില്ല. ആപ്കോ സ്വയം അപ്പനി ലഡായി ലഡിനി ഹോഗി ഓർ അപ്പനി മുക്തി പ്രാപ്ത് കർണി ഹോഗി. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി പോരാടുകയും അതുപോലെ മോചനം നേടിയെടുക്കുകയും ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രയോഗയ്ക്ക് വിശേഷത പഹച്ചാനെ. 2 പ്രയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രയോഗങ്ങളുടെ വിശേഷത മനസ്സിലാക്കുക. ആദ്യത്തേത് മുഹുജോഹിന. മുഹുജോഹിന എന്ന് വെച്ചാൽ ആശ്രയിക്കുക. അടുത്തത് ബാട്ട് ജോഹിന. ബാട്ട് ജോഹിന എന്ന് വെച്ചാൽ കാത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കവിതാക്ക ആശയ ലിഖേ. കവിതയുടെ ആശയം എഴുതുക. ഈ കവിതയുടെ ആശയം നോക്കാം. वंदना टेटे की कविता कब तक आत्मनिर्भरता और आत्मसम्मान के महत्व पर आधारित है. വന്ദന ടേറ്റെ ഈ കവിതയിൽ ആത്മനിർഭരതയ്ക്കും ആത്മസമ്മാനിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആത്മനിർഭരത എന്ന് പറയുന്നത് സ്വയം പര്യാപ്തതയും ആത്മസമ്മാനം എന്ന് പറയുന്നത് ആത്മാഭിമാനവുമാണ്. കവയിത്രി ഇസ് കവിത के माध्यम से लोगों को अपने जीवन पहचान और इतिहास को दूसरों पर निर्भर रहने के बजाय स्वयं खड़ने का संदेश देती है. കവയത്രി ഈ ഒരു കവിതയിലൂടെ പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതവും നമ്മുടെ ഐഡൻറ്റിറ്റിയും നമ്മുടെ ചരിത്രവും എല്ലാം ബാക്കിയുള്ളവരെ ആശ്രയിച്ചിരിക്കാതെ അതിന് പകരം നമ്മൾ സ്വന്തമായി രൂപപ്പെടുത്തിയെടുക്കാനാണ് പറയുന്നത്. कवयित्री कहती है कि अपने व्यक्तित्व को पहचानने के लिए दूसरों की प्रतीक्षा मत करो. കവയത്രി പറയുകയാണ്, നമ്മുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ വേണ്ടി മറ്റുള്ളവരെ കാത്തിരിക്കേണ്ട കാര്യമില്ലെന്ന്. क्योंकि कोई तुम्हारे लिए लड़ने या तुम्हारा दुख दूर करने नहीं आएगा. दूसरों से अपने उद्धार या अवतारों के आने की आशा करना व्यर्थ है. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടുമെന്നും അവതാരങ്ങൾ വരുമെന്നും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നത് വെറുതെയാണ്. ഹമേ അപ്പനെ സംഘർഷവും ഓ സമസ്യാവും ക സമാധാൻ സ്വയം കർണാ ചാഹിയെ. നമ്മുടെ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള സമാധാനം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. वंदना टेटे इस कविता में उन लोगों पर व्यंग्य करती है जो अपनी कहानी और इतिहास दूसरों द्वारा लिखे जाने से संतुष्ट रहते हैं. കവയത്രി ഈ കവിതയിലൂടെ സ്വന്തം കഥയും ചരിത്രവും മറ്റുള്ളവരെ കൊണ്ട് എഴുതിച്ച് തൃപ്തരായിട്ടിരിക്കുന്നവരെ പരിഹസിക്കുന്നുണ്ട്. वह लोगों को बदलते समय के साथ खुद में परिवर्तन लाने और आत्मबल से आगे बढ़ने की प्रेरणा देती है. ഈ മാറുന്ന കാലത്തോടൊപ്പം സ്വയം മാറാനും അതിൻ്റെ കൂടെ ആത്മബലത്തോടെ മുന്നോട്ട് പോകാനുമുള്ള പ്രേരണ കവയത്രി ഈ കവിതയിലൂടെ ആൾക്കാർക്ക് കൊടുക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്